കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം സമീപത്തുണ്ടായിട്ടില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ആഴ്ചകൾ ബാക്കി നിൽക്കെ കേരളം ഉറ്റുനോക്കുന്നത് UDF പാളയത്തിൽ KC വേണുഗോപാൽ മെനഞ്ഞെടുത്ത ആ മാസ്റ്റർ പ്ലാനിന്റെ വിജയത്തിലേക്കാണ്. പതിറ്റാണ്ടുകളായി CPM-ന്റെ കരുത്തുറ്റ തൂണുകളായിരുന്ന G. സുധാകരൻ, ഐഷ പോറ്റി, TK ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കളെ കോൺഗ്രസ് പക്ഷത്തെത്തിച്ച KCയുടെ നയതന്ത്രജ്ഞതയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് കേവലം കുറച്ച് വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കമല്ല, മറിച്ച് CPM എന്ന കേഡർ പാർട്ടിയുടെ ആത്മവിശ്വാസത്തെയും അച്ചടക്കത്തെയും അടിത്തറയിളക്കിയ നീക്കമായിരുന്നു. G. സുധാകരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ സാധിച്ചത് KC വേണുഗോപാലിന്റെ വർഷങ്ങൾ നീണ്ട നിശബ്ദമായ കരുനീക്കങ്ങളുടെ ഫലമാണ്. ആലപ്പുഴയിലെ രാഷ്ട്രീയ നാഡിമിടിപ്പ് അറിയാവുന്ന KC സുധാകരൻ CPM-ൽ നേരിട്ട അവഗണനകളെയും അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും കൃത്യമായി ഉപയോഗപ്പെടുത്തി. സമാനമായ രീതിയിൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയെയും കണ്ണൂരിലെ ചുവപ്പ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും ഒപ്പം നിർത്തിയതോടെ CPM പ്രതിരോധത്തിലായി. സ്വന്തം പാളയത്തിൽ നിന്ന് പുറത്തു വന്നവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വിയർക്കുന്ന ഇടത് നേതാക്കളെയാണ് ഇത്തവണ കേരളം കണ്ടത്. ഈ രാഷ്ട്രീയ നീക്കങ്ങൾ വിജയിക്കുകയും UDF അധികാരം പിടിക്കുകയും ചെയ്താൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് KC വേണുഗോപാലിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മെയ് 4-ന് ഫലം വരുമ്പോൾ കോൺഗ്രസിനുള്ളിലെ താക്കോൽ സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ചൂടുപിടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിന് നേതൃത്വം നൽകിയ KC മുഖ്യമന്ത്രി പദവിയിലേക്ക് വരണമെന്ന വാദം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗം ശക്തമായി ഉയർത്തുന്നുണ്ട്. ഡൽഹിയിലെ AICC ആസ്ഥാനത്തെ തിരക്കുകൾക്കിടയിലും കേരളത്തിൽ തമ്പടിച്ച് അദ്ദേഹം നടത്തിയ ഓരോ നീക്കവും ലക്ഷ്യം കണ്ടെന്നാണ് അണികളുടെ വിശ്വാസം. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോരുകൾക്ക് വഴിമരുന്നിടുന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരുടെ പേരുകൾ ചർച്ചയിലുണ്ടെങ്കിലും KCയെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കം സജീവമാണ്. ഡൽഹിയിൽ നിന്നുള്ള കെട്ടിയിറക്കൽ എന്ന വാദം ഉന്നയിച്ച് KCയെ തടയാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയും ഇപ്പോഴത്തെ നയതന്ത്ര വിജയങ്ങളും KCക്ക് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. CPM വിമതരെ UDF-ന്റെ പോർച്ചട്ട അണിയിച്ച് കളത്തിലിറക്കിയ KCയുടെ ആത്മവിശ്വാസം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നാണ് എല്ലാവരും നോക്കുന്നത്. ഭരണം മാറുക എന്നത് UDF-ന്റെ ആവശ്യമാണെങ്കിൽ അത് തന്റെ നയതന്ത്ര വിജയമായി അടയാളപ്പെടുത്തുക എന്നത് KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അധികാരം പിടിച്ചാൽ മുഖ്യമന്ത്രി ആരാകും എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെങ്കിലും KCയുടെ സ്വാധീനം വരും ദിവസങ്ങളിൽ KPCC-യിൽ നിർണായകമാകും. CPM-ന്റെ കോട്ടകളിൽ വീഴ്ത്തിയ വിള്ളലുകൾ നിയമസഭയിൽ ഭൂരിപക്ഷമായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.